നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ കടുക്കുകയാണ്. ജനങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്ന സാഹചര്യം കൂടിയാണ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ താമരശ്ശേരി അതിരൂപത മാർ റെമജിയോസ് ഇഞ്ചാനാനിയിൽ സർക്കാർ ജനങ്ങളുടെ സുരക്ഷിതത്വം നിസ്സാരവൽക്കരിക്കുന്നുവെന്നും താമരശ്ശേരി അതിരൂപത പറഞ്ഞു. വനവകുപ്പും സർക്കാരും കൃത്യസമയത്ത് സത്വരമായ നടപടികൾ എടുത്താൽ ഏറ്റവും സുരക്ഷിതമായി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിയമം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നതും പിന്തിരിപ്പിക്കുന്നതും. നിയമം മനസ്സിലുണ്ടാക്കുന്നതല്ലേ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമല്ലേ അതിൽ പ്രധാനപ്പെട്ടത്. അത് സംരക്ഷിച്ചുകൂടെ എന്നും അതിരൂപത ചോദിച്ചു. പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത പോലീസിന്റേത് ഹീനമായ പ്രവൃത്തിയാണ്. കർഷക സമരം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. ഈ അവകാശം പോലീസ് തകർക്കുന്നത് അപലപനീയമാണ്. കർഷക സംരക്ഷകർ എന്ന് പറയുമ്പോഴും പ്രവൃത്തി അങ്ങനെയല്ല. വനവകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. മറ്റ് ഏത് സംസ്ഥാനത്ത് ഉള്ളതിനേക്കാളും അധികം വനം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വനം ഇല്ലാതാകുന്നില്ലല്ലോ. പക്ഷേ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായേ മതിയാകൂ. അത് ഉണ്ടാകുന്നത് വരെ സമരപരിപാടികൾ വിവിധ രൂപത്തിലും ഭാവത്തിലും മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അനുകൂലമായ സമീപനം ഇല്ല എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കർഷക പ്രതിനിധിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തുമെന്നും അതിരൂപത പറഞ്ഞു. രാഹുൽ ഗാന്ധിയല്ല, മഹാത്മാഗാന്ധി മത്സരിച്ചാലും വയനാട്ടിൽ കർഷക പ്രതിനിധി ഉണ്ടാവുമെന്നും അതിരൂപത പറഞ്ഞു. കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ഈ വ്യാഴാഴ്ച പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട്. തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭയമാണ്. ജനം പ്രകോപിതരാണ്. ആളുകൾ ആക്രമിക്കുക തന്നെ ചെയ്യും. കാരണം ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിനെ തിരുത്താൻ എങ്ങനെ സാധിക്കും? ഇഷ്ടംപോലെ പോലീസ് അകമ്പടിയോടെ ജീവിക്കുന്നവർക്ക് ഭയമില്ലാതിരിക്കും. ആരും അകമ്പടിയില്ലാതിരിക്കുന്ന തങ്ങൾക്ക് ദൈവമല്ലാതെ ആരാണ് ആശ്രയമെന്നും അതിരൂപത ചോദിച്ചു. വനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് കർഷകരെ സഹായിക്കാൻ സാധിക്കുന്ന ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതാണ് കരണീയമായിട്ടുള്ളതെന്നും അതിരൂപത വിശദീകരിച്ചു. പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടർന്ന ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്തിൽ വനംവകുപ്പ് വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കൃഷിഭൂമിയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ പല പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വനവകുപ്പിനെതിരെ ഇടുക്കിയിലും പ്രതിഷേധം ശക്തമാകുന്നു. മാങ്കുളത്ത് ജനകീയ സമരസമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം മാർച്ച് 4-ന് ആരംഭിക്കും. വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടർന്ന ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്തിൽ വനവകുപ്പ് വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കൃഷിഭൂമിയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കും ഉയരുന്നത്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന മാങ്കുളം DFIയെ മാറ്റണം, വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് വനവകുപ്പിനെതിരെ മാങ്കുളം ജനത ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി മാർച്ച് 4-ാം തീയതി മുതൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും. DFO ഓഫീസിന് മുന്നിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക, രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മാങ്കുളത്തെ ജനകീയ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാങ്കുളം ജനതയുടെ സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ കർഷക സംഘടനകളും പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.